ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഇന്നെടുക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം, ഓക്കെ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കുമോ എന്ന് നോക്കാം, ആൻഡ് എപ്പം നടക്കും എന്നുള്ളത് നമുക്കൊരു ടൈമിംഗ് എടുക്കാം. ഓക്കെ, ടൈമിംഗ് ചെയ്യാം ഇന്ന്. അതിൻ്റെ കൂട്ടത്തിലൊക്കെ ലെറ്റ് മീ അനൗൺസ്, ആക്ച്വലി ടാരോൻ്റെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ആക്ച്വലി നമ്പർ ഞാൻ കൊടുക്കാം, ഓക്കെ, ഇതിൽ ഇട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് അധികമില്ല, കുറച്ച് എടുക്കുന്നുണ്ട്, ബട്ട് ഒരുപാടല്ല. ഓക്കെ, ആക്ച്വലി കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ടാരോ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണിത്. ഓക്കെ, ടാരോ ക്ലാസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവർ. സോ ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടക്കുമോ, ആൻഡ് അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ആൻഡ് ആദ്യം നടക്കുമോ നോക്കാം. ഓക്കെ, ആൻഡ് എപ്പോൾ എന്നുള്ളത് ഞാൻ ടൈമിംഗ് കാർഡ് എടുക്കാം വേറെ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം സഫലമാവുമോ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നിങ്ങൾ ആഗ്രഹിച്ചത് കിങ് ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, നല്ല ഓക്കെ, ആഗ്രഹം നടക്കും. ഓക്കെ, ആദ്യം തന്നെ പറയാം, ആഗ്രഹം നടക്കും, തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ഇവിടെ അതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐ തിങ്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ബട്ട് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട്, പ്രാക്ടിക്കലായിട്ട് വേണ്ട കാര്യങ്ങൾ, ഓക്കെ, അതിനുവേണ്ടി ലൈക്ക് എനിക്കിത് വേണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് നമ്മൾ പറയില്ലേ, ഓക്കെ, ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്ട്രോങ്, ഒരു സ്ട്രെങ്ത്, ഒരു നമ്മൾ പറയില്ലേ ധൈര്യം എന്നൊക്കെ വെച്ച് നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ് കാണുന്നത്. ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്ന സ്ഥിതിക്ക് നടക്കും, കാര്യങ്ങൾ നടക്കും. ഓക്കെ, എന്താ പറയുക, ലക്ക് നിങ്ങളുടെ ഫേവറിൽ വരും എന്ന് പറയാം. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും, നിങ്ങൾ ആഗ്രഹിച്ച് നടക്കുമെന്നാണ്. പക്ഷേ ഈ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എന്നുള്ളത് പറയുന്നില്ല. ഓക്കെ, അത് ഞാൻ എനിവേ ടൈമിംഗ് കാർഡ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടി. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ടൈം നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ എന്നാണ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ നമ്മൾ പരിശ്രമമില്ല, അത് പറ്റില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് വേണം എന്ന് പറഞ്ഞ് വിഷ് എഴുതിയിട്ട് നമ്മൾ യൂണിവേഴ്സിനെ കത്ത് കൊടുത്തിട്ട് കത്ത് സെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്നത്തെ ഒന്നാമത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്, ഫാസ്റ്റ് കാലമാണ്. സോ നിങ്ങൾ ആക്ഷൻ കൂടി എടുത്തേ പറ്റൂ. ഓക്കെ, സോ മെയിൻലി നിങ്ങളോട് പറയുന്നത് ടൈമിംഗ് നിങ്ങൾ ചിന്തിക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ചത് കിട്ടും എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ നിങ്ങളുടെ ആഗ്രഹത്തിനെ കുറിച്ച് എന്താ പറയുന്നത്. 6 of Pentacles, 7 of Cups, ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻസ്. ഓക്കെ, കുറച്ച് പേര് ഇവിടെ ആഗ്രഹിക്കുന്ന, ഐ തിങ്ക് ഒരു നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു തിരിച്ച് റിട്ടേൺ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം. ഓക്കെ, നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്ടിന് ജോലിയിൽ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു റിട്ടേൺ ആഗ്രഹിക്കുന്നതായിരിക്കാം, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിലായാലും നിങ്ങൾ കൊടുക്കുന്ന കെയർ കാര്യങ്ങൾ, ഓക്കെ, എനർജി, നിങ്ങളുടെ ടൈം എല്ലാം, ഓക്കെ, അതിനൊക്കെ നിങ്ങൾ തിരിച്ച് അതുപോലെ ചിലപ്പോൾ സ്നേഹം പ്രതീക്ഷിക്കുന്നതായിരിക്കാം, സ്നേഹം കെയറൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കാം. സംവേർ നമ്മൾ ഈ ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് നിങ്ങൾ തിരിച്ചാഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ മേ ബി പണം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, കുറച്ച് പേർക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പണം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാൻ പ്രതീക്ഷിക്കുന്നതായിരിക്കാം. ഓക്കെ, വേണം നിങ്ങൾ അത് മീൻസ് അവർ ഡിലേ ചെയ്യുന്നുണ്ടാവാം. സോ സംവേർ എന്തോ ഒരു കൺഫ്യൂഷനുള്ള പോലെ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ബട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആഗ്രഹം നടക്കും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ഡ്രീം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഐ തിങ്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാം, ഞാൻ നിങ്ങളോട് ഫോക്കസ് വെക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ഫസ്റ്റ് ഓഫ് ഓൾ. എനിക്ക് ഇവിടെ ചോയ്സസ് എന്ന രീതി കാണുന്നുണ്ട്. ചോയ്സസ് അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡും ആണ്. നിങ്ങൾക്കത് മേ ബി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് വേണോ, ഓക്കെ, അതുകൂടി നിങ്ങൾ ലൈക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കൂ. ഇത് തന്നെയാണോ എനിക്ക് വേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആണോ, അതോ എന്താണ് ഞാൻ വേണ്ടത്. സോ ഫസ്റ്റ് ബി ക്ലിയർ ഓൺ ദാറ്റ്. നിങ്ങളുടെ മൈൻഡ് ആദ്യം കൺഫ്യൂഷൻ മാറ്റിയിട്ട് ക്ലിയർ ആക്കൂ. ആൻഡ് ഡൗട്ട്സ് വെക്കരുത്. യെസ്, ഓക്കെ, ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് പറയുന്നുണ്ടെങ്കിൽ ബി ക്ലിയർ, ഓക്കെ, ദാറ്റ് യെസ് ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ ഫൈനാൻഷ്യലി ആണെങ്കിൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, പണത്തിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ വരും, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം,
ജോലിയിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അഗെയിൻ അതുമാത്രമല്ല മേ ബി കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സൻ്റെ ഭാഗത്ത് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി വരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ ലൈഫിൽ ഒരു പേഴ്സൺ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. സോ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ്, അത് വരാനുള്ള സാധ്യതയാണ്. എൻ്റെ ഇവിടെ ന്യൂ ബിഗിനിങ് എന്ന് കാണുന്നുണ്ട്, ഏസ് ഓഫ് വാൻസ് കാണുന്നുണ്ട്. സോ എവിടെയോ നമ്മൾ പറയാം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്നൊരു ചെടിയായി വരുന്നു, മരമായി വരുന്നു. സോ യെസ്, എവിടെയോ ഒരു നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന രീതിക്കാണ്. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം, ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, സോ 1-2 കാർഡ്. നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഈ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില തടസ്സങ്ങൾ ഉണ്ടാവും, കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. ക്ഷമയോടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പക്ഷെ ചെയ്യേണ്ട എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കൂ. ഓക്കെ, സോ ആദ്യം ആഗ്രഹം എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കൂ, ആൻഡ് അതിനുവേണ്ടി ആക്ഷൻസും എടുക്കൂ. എല്ലാം നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ വരും. ആൻഡ് യൂണിവേഴ്സിന് അതിൻ്റെ സമയം കൊടുക്കുക. ഓക്കെ, എല്ലാം നമുക്ക് അലൈനായിട്ട് വരണ്ടേ, അതിനുള്ള സമയവും യൂണിവേഴ്സിന് കൊടുക്കാം. എപ്പോൾ എന്ന് ചോദിക്കേണ്ടതെന്നാണ്, ബട്ട് നമുക്ക് എടുത്തേക്കാം. ഓക്കെ, എപ്പോഴായിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത്? ലെറ്റ്സ് സീ, എപ്പോഴാണ് ആഗ്രഹം നടക്കുന്നത്? നെക്സ്റ്റ് മന്ത്. ഓക്കെ, കുറച്ച് പേര് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് സപ്പോസ് ഒരു ജോലിയാണെങ്കിൽ യെസ്, മേ ബി അടുത്ത മാസം കിട്ടാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഒരു മാരേജ് ആണെങ്കിലും മേ ബി അടുത്ത മാസം നടക്കില്ല. മാരേജ് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നൊന്നും വരില്ല, നടക്കാം, സാധ്യമില്ല എന്നല്ല, ബട്ട് മേ ബി നമ്മൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു പ്രപ്പോസൽ വന്നു, ഓക്കെ, അത് ഓക്കെ ആയി, ഒരു തീരുമാനം എടുത്തു, അങ്ങനെ വരാം. ഓക്കെ, സോ മനസ്സിലാക്കുക, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇതാക്കുക. അതിൽ വീട് കെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മാസം കൊണ്ടൊന്നും വീട് കെട്ടാൻ നടക്കില്ല അല്ലേ? സോ അങ്ങനെ ഓരോന്നും നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് മന്ത് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. സോ യെസ്, ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ കുറച്ച് പേർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് വരാനുള്ള സാധ്യതയാണ്. 1 മന്ത്. ഓക്കെ, വേറെന്താ? 2-3 കാഴ്ചത്തേക്ക് ഓട്ടം പറയുന്നുണ്ട്. ഓട്ടം ആക്ച്വലി നമ്മൾ പറയുന്നത് ഇവിടുത്തെ അറൗണ്ട് ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു സമയമായിട്ട് നമുക്ക് പിടിക്കാം. സോ ഇവിടെ ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് മാക്സിമം ഒരു മാസം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താ, ജൂലൈ. ഓക്കെ, സോ ജൂലൈ ഉണ്ട്, ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സമയം പിടിക്കാം. ആൻഡ് 62 and 26 എവിടെ ഉണ്ട്. സോ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാവുന്നുണ്ടോ നോക്കിക്കോളൂ. സംവെയർ 8 എന്നുള്ള രീതിയിലും 8 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് സ്പെസിഫിക് നോക്കാം. മേ ബി 8ാം മാസം. ഓക്കെ, സോ ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് 8. 57 മേ ബി സം ടൈം. ഓക്കെ, ഇത് നടക്കും എന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് പറയാം, എപ്പോഴാണ് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇതിൽ വരുന്ന കാഴ്ച ചിലത് വിചിത്രമാണ് കേട്ടോ, മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ഫെബ്രുവരി ഉണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, കുറച്ച് നീളുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നീണ്ടുപോകാൻ സാധ്യതയുള്ളവർക്ക് ഒരു ഫെബ്രുവരി എന്നുള്ളൊരു ഡേറ്റ് വരുന്നുണ്ട്. സോ 9 നിങ്ങൾക്ക് റെസനേറ്റ് അവിടെ അല്ല, ഇത് 9 അല്ല, സോറി, 9 എന്നുള്ള നമ്പർ ഉണ്ട്. 57 ഉണ്ട്. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്, ഇത് രണ്ടും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. മൈ ഗോഡ്. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച് പറയുന്നുണ്ട്. കുറച്ച് പേരോട് കാത്തിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ക്ഷമയോടെ ഇരിക്കൂ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും നടക്കും എന്ന രീതിക്കാണ്. ആൻഡ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻഡ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇപ്പം നടന്ന് കഴിഞ്ഞ് കാണാം. ഓക്കെ, മേ ബി അതും ആവാം. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഒന്നുകൂടി എടുത്ത് നിർത്തേക്കാം. ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, കുറച്ച് പേർക്ക് വളരെ ഫാസ്റ്റ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. നിങ്ങളുടെ ചെറിയ വല്ല ആഗ്രഹങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാൾ എന്നാണ് പറയുന്നത്. 2 ദിവസം കൊണ്ട് കൂടി നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് കൂടിപ്പോയാൽ നമുക്ക് ഫെബ്രുവരി ആണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത മാസം, അതായത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബറിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഫെബ്രുവരി എന്ന രീതിയിൽ കുറച്ച് കാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആൻഡ് ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് 32 ഉണ്ട് ഇവിടെ, 49, 59 ഒക്കെ ഉണ്ട്, 57 ഉണ്ട്. സോ ഇതൊക്കെ ഏതെങ്കിലും ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ ചിലപ്പോൾ പ്രശ്നമായിട്ട് ആവാം. ഓക്കെ, ഈ ഡേറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബർത്ത് ഡേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളും ആവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും. നന്ദി, നമസ്കാരം.